സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരത്തെ +2 വിദ്യാർത്ഥിനിയായ ഇൻസ്റ്റഗ്രാം താരം ആത്മഹത്യ ചെയ്ത കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. സോഷ്യൽ മീഡിയ താരത്തിന്റെ മരണത്തിൽ പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നു. നെടുമങ്ങാട് സ്വദേശി ബിനോയിയെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുമായി നേരത്തെ സൗഹൃദത്തിലായിരുന്ന വ്യക്തിയാണ് അറസ്റ്റിലായ ബിനോയ്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഈ ബിനോയ് എന്ന ഈ യുവാവും ഈ സോഷ്യൽ മീഡിയ താരമായ +2 വിദ്യാർത്ഥിനിയും തമ്മിൽ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ഈ ബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിക്ക് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടാകുകയും അതിൽ മനംനൊന്ത് ഈ ഇൻസ്റ്റഗ്രാം താരം ജീവനൊടുക്കുകയും ചെയ്തത്. വലിയ രീതിയിൽ ഈ സോഷ്യൽ മീഡിയ ആക്രമണം ഈ സമീപകാലത്ത് ഉണ്ടാവുകയും പിന്നീട് ഇത്തരത്തിൽ മാനസികമായി തകരുന്ന നിരവധി സംഭവങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ ഈ പോക്സോ നിയമപ്രകാരം പോലീസ് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ടോം, വലിയ ദാരുണമായൊരു സംഭവമാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ. നേരത്തെ ഈ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട യുവാവുമായി അടുപ്പത്തിലാവുകയായിരുന്നു. ഇരുവരും വളരെ ആക്റ്റീവായിട്ടാണ് ഇതിൽ സോഷ്യൽ മീഡിയയിലുള്ളത്. റീൽസൊക്കെ ചെയ്യുന്നത് പതിവായി റീൽസൊക്കെ ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഈ നെടുമങ്ങാട് സ്വദേശിയായ യുവാക്കളെ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ യൂട്യൂബിലൊക്കെയും സജീവമായി ഉള്ള ആളാണ്. ഇവർ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയം തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളിൽ +2 കഴിഞ്ഞ പെൺകുട്ടിയാണ്. പിന്നീട് ഇവർ ഈ അടുപ്പത്തിലായ ശേഷം 22-കാരനായ യുവാവ് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നാണ് നേരത്തെ ചില വിവരങ്ങൾ, ആ തരത്തിലുള്ള പരാതികളാണ് നേരത്തെ ഉയർന്നു വന്നത്. വീട്ടുകാരും സുഹൃത്തുക്കളും പോലീസിൽ പരാതി നൽകിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി വന്നു. അതിന് കാരണമായി ആദ്യം പറഞ്ഞത് ഇവർ വേർപിരിഞ്ഞു. അതിനുശേഷം ഈ നെടുമങ്ങാട് സ്വദേശിയുടെ ആരാധകർ പെൺകുട്ടിയുടെ പേജിലേക്ക് എത്തുകയും അവിടെ മോശം പരാമർശങ്ങൾ, മോശം കമൻറ്റുകൾ ഇടുകയും ചെയ്തു. ഇതിൽ മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊരു നിഗമനമായിരുന്നു. എന്നാൽ ആ നിലയ്ക്കല്ല എന്ന് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മാതാവ് വെളിപ്പെടുത്തി. മാധ്യമങ്ങളോടക്കം പറഞ്ഞത് തൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത് ഈ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടായ ഈ അധിക്ഷേപം കാരണമല്ല, മറിച്ച് ഈ യുവാവുമായി അടുപ്പത്തിലായിരുന്നു. ആ യുവാവ് ചൂഷണം ചെയ്തു എന്ന നിലയ്ക്ക് തന്നെയാണ്. പോലീസ് രണ്ടുപേരുടെയും ഫോൺ പരിശോധിച്ചു. ഇതിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു. ഈ യുവാവിൻ്റെ ഫോണിൽ നിന്ന് ഈ യുവതിയുമായുള്ള ചില ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചു എന്ന വിവരമാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും പോക്സോ കേസിൽ പോക്സോ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇനി കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്ന ഇത് മനസ്സിലാകുകയുള്ളൂ, അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയൂ. ഏതായിരുന്നാലും ഇതുവരെയുള്ള ഒരു കണ്ടെത്തലും നിഗമനവും വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇരുവരും ഈ ഒരു സൗഹൃദത്തിലേക്ക് പോവുകയും പിന്നീട് ഇവർ നേരിൽ കണ്ടു, അതിനുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിച്ചതായാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ സോഷ്യൽ മീഡിയയിലൂടെയും ഇവർ തങ്ങളുടെ അടുപ്പം പുറം ലോകത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വേർപിരിയലിന് ശേഷം ഈ അധിക്ഷേപം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. വലിയ തോതിൽ അധിക്ഷേപം ഈ പെൺകുട്ടിക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. ഏതായിരുന്നാലും പിന്നീട് വീട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ രംഗത്തെത്തി. കാരണം ഈ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിവരം ഈ സൈബർ ആക്രമണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ്. ഇതിന് പിന്നാലെയാണ് വിനോദ് ഈ പോലീസ് ഈ പെൺകുട്ടിയുടെയും ബിനോയുടെയും ഫോൺ പരിശോധിക്കുന്നത്. ഈ ഫോണിൽ ഈ ലൈംഗിക ചൂഷണം നടന്നതുമായി ബന്ധപ്പെട്ടും ഇവരുടെ ബന്ധത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഉണ്ടോ? ഈ ഫോണിലെ പരിശോധന അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന്? അങ്ങനെയുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടുപേരുടെയും ഫോൺ പരിശോധിച്ചിരുന്നു. സൈബർ വിഭാഗം തന്നെ വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചു. ഒരാഴ്ച മുൻപാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വീടിനുള്ളിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അന്ന് ഗുരുതരാവസ്ഥയിൽ പെൺകുട്ടിയെ കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാണ്ട് ഒരാഴ്ച ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ശ്വാസതടസ്സം അത് രൂക്ഷമാവുകയും മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒരാഴ്ച ചികിത്സയിൽ കഴിഞ്ഞു. വെന്റിലേറ്ററിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു പെൺകുട്ടി ചികിത്സയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. ഏതായിരുന്നാലും അതൊരു ദുഃഖകരമായ സംഭവം തന്നെയാണ്. +2 പരീക്ഷ കഴിഞ്ഞ്
18 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടി ഒരു അടുപ്പത്തിലേക്ക് പോകുന്നു. ആ അടുപ്പത്തിൻ്റെ പേരിൽ കുറേ നാൾ അവർ അങ്ങനെ പോവുകയും പിന്നീട് ഈ ലൈംഗികമായി തന്നെ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന ഒരു വിവരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഇതിനുശേഷം ഈ യുവാവ് ബന്ധത്തിൽ നിന്ന് പിന്മാറി എന്ന പരാതിയുമുണ്ട്. അതേക്കുറിച്ചെല്ലാം തന്നെയാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് യുവാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 തവണ അതിനു മുൻപ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴാണ് ടോം സൂചിപ്പിച്ചതുപോലെ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ, ഈ സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ല, താൻ അപമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഏർപ്പെടുത്തി ഈ പെൺകുട്ടിയെ അപമാനിക്കാൻ വേണ്ടി ആരെങ്കിലും ചുമതലപ്പെടുത്തുകയോ ആ തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന മൊഴി നൽകിയത്. പക്ഷേ പിന്നീട് 2 പേരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇതിൽ ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി എന്നത് മാത്രമല്ല, പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അത് ഈ തരത്തിലുള്ള ലൈംഗിക പീഡനം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വകുപ്പുകൾ ചുമത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഇനി കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതുണ്ട്. കോടതിയിൽ കസ്റ്റഡി അപേക്ഷ വ്യക്തമാണ്. പക്ഷേ വിനോദ്, ഇപ്പോൾ പോക്സോ നിയമപ്രകാരം കേസെടുത്തു, ബിനോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി, റിമാൻഡ് ചെയ്തു. അതിനപ്പുറം ഈ സൈബർ ആക്രമണത്തിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? കുടുംബം പറയുന്നു സൈബർ ആക്രമണമല്ല ഈ മകൾ ജീവനെടുക്കാനുള്ള കാരണം, ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം ഉണ്ടായതാണ് മകളെ വിഷമിപ്പിച്ചത് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പരാതി ഇല്ലെങ്കിൽ പോലും, കുടുംബത്തിന് അത്തരം ഒരു പരാതി ഇല്ലെങ്കിൽ പോലും ഈ സൈബർ ആക്രമണം വളരെ വ്യക്തമാണ്. നമുക്ക് കാണാൻ ഇതുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിയുടെ സമൂഹ മാധ്യമ പേജിലടക്കം ഈ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോം, ഇത് നമ്മൾ രണ്ടായി തന്നെ കാണേണ്ടതാണ്. കാരണം ഈ സൈബർ ആക്രമണത്തിൽ സാധാരണ നിലയിൽ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദിവസവും നിരവധി പേരാണ് ഇങ്ങനെ ഈ ബുള്ളിയിങ്ങിന് ഇരയായിട്ട് വരുന്നത്. സൈബർ ബുള്ളിയിങ് അതിഭീകരമാണ്. പലരെയും മാനസികമായി തളർത്തിക്കളയും. ഒരുപക്ഷെ അത് നേരിടാൻ കെൽപ്പുള്ള ആളുകളുണ്ടാവും. അത് ഈ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, അത് ചിലപ്പോൾ രാഷ്ട്രീയക്കാരോ സെലിബ്രിറ്റികളോ ആ തരത്തിൽ ഒക്കെ ഉള്ള ആളുകൾ ഒരുപക്ഷെ ഇത് സ്ഥിരമായതുകൊണ്ട് തന്നെ അവർക്ക് അത് നേരിടാൻ കഴിയും. അല്ലെങ്കിൽ ആ തരത്തിൽ മനക്കരുത്തുള്ള ആളുകളുണ്ട്. അവർ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും മറ്റ് സെലിബ്രിറ്റികളും ഒന്നും ആയില്ലെങ്കിൽ കൂടിയും അങ്ങനെ നേരിടാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ ചിലർക്ക് അതിന് കഴിയില്ല. ചെറിയ സംഭവങ്ങൾ പോലും മാനസികമായി അവരെ വലിയ ദുഃഖത്തിലേക്ക് തള്ളിവിടും. പലരും ഈ ട്രോമ എന്ന് പറയുന്ന മാനസികമായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്ന ആളുകൾ വരെയുണ്ട്. ഒരുപക്ഷെ ജീവിതമൊക്കെയും വലിയ നിരാശയിൽ ആയിപ്പോകുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്കത് ഒരുപക്ഷെ താങ്ങാൻ കഴിയില്ല. പൊതുവിൽ ആക്ഷേപിക്കപ്പെടുന്നു. സമൂഹം ഇനി തങ്ങളെ എങ്ങനെ കാണും എന്ന ഒരു ചിന്ത. പ്രത്യേകിച്ച് ഈ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു, അതിൽ ചതി പറ്റി, അങ്ങനെ ആ ബന്ധം അവസാനിച്ചു പോയി. അതിൻ്റെ ഒരു ദുഃഖത്തിന് പിന്നാലെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സമൂഹം ആ ആളെ തന്നെ, ഒരുപക്ഷെ വളരെ മാനസിക പ്രയാസത്തിൽ കഴിയുന്ന ഒരാളെ തന്നെ കുറ്റക്കാരിയായി ചിത്രീകരിച്ചുകൊണ്ട് മോശം കമൻറ്റുകൾ ഇടുമ്പോൾ ഒരു വശം അത് തന്നെയാണ്, ഒരു ഘടകം അത് തന്നെയാണ്. പക്ഷേ പോലീസിന് അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള നമ്മുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം പരിശോധിച്ചാൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് തന്നെയാണ്. കാരണം പല ആളുകൾ ഇത് നേരിടുന്നുണ്ട്. പല ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും ജീവിതം തകർന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന അധിക്ഷേപങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ പോലീസ് വിചാരിച്ചാൽ മാത്രം കഴിയുന്നൊരു കാര്യമല്ല. അത് ഈ കേസിലും സോഷ്യൽ മീഡിയയിൽ വന്ന അധിക്ഷേപങ്ങൾക്ക് പോലീസിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഈ പ്രതിക്കെതിരെ ഉള്ള വകുപ്പുകൾ, അതിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസിന് സാധിക്കും. ടോം, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ +2 വിദ്യാർത്ഥിനിയായ ഇൻസ്റ്റഗ്രാം താരം ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്.